ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. ബൈനോമിയൽ തിയറത്തിൽ തന്നെ പുതിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൻ്റെ പേര് ഫൈൻഡിങ് എ ഗിവൺ ടേം ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്നാണ്. അപ്പോൾ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഇതിൽ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എൻ എന്ന ബൈനോമിയൽ എക്സ്പാൻഷനിൽ n+1 ടേംസ് ഉണ്ടെന്ന് കന്യൊക്കെ അറിയാം. n+1 ടേംസ് കാണുന്നു. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 15 ആണെങ്കിൽ 16 ടേംസ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചോദിക്കുകയാണ്. എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 15 എന്നുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിരത്തി ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ 10ാമത്തെ ടേം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആൻസറായിട്ട് എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എളുപ്പത്തിലൊരു ഫോർമുല വെച്ചിട്ട് ആ ടേം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫൈൻഡിങ് എ ഗിവൺ ടേമിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു n ആണ്. എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. എ റൈസ് ടു n പ്ലസ് nc1 എ റൈസ് ടു n-1 ഇൻറ്റു ബി പ്ലസ് nc2 എ റൈസ് ടു n-2 ഇൻറ്റു ബി സ്ക്വയർഡ് പ്ലസ് nc3 എ റൈസ് ടു n-3 ഇൻറ്റു ബി ക്യൂബ് പ്ലസ് എക്സെട്ര അവസാനം ബി റൈസ് ടു n വരും. ഇതിൽ നമുക്ക് സെക്കൻഡ് ടേം എന്ന് എടുക്കാം. സെക്കൻഡ് ടേം ഇതാണ് nc1 എ റൈസ് ടു n-1 ഇൻറ്റു ബി റൈസ് ടു 1. തേർഡ് ടേം ഇതാണ് nc2 എ റൈസ് ടു n-2 ഇൻറ്റു ബി സ്ക്വയർഡ്. ഫോർത്ത് ടേം ഇതാണ് nc3 എ റൈസ് ടു n-3 ഇൻറ്റു ബി ക്യൂബ്. ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 എന്ന് പറയുന്നത് 1+1 എന്ന് എഴുതാം. തേർഡ് ടേമിന് 3, അപ്പോൾ 2+1. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 4, 3+1 അങ്ങനെ എഴുതിപ്പോൾ. ഇപ്പോൾ ഇവിടെ എല്ലാവരും 1 വരും. ഇത് 1, 2, 3 എന്ന് പറഞ്ഞ് പോകും. ഇവിടെ 1+ വരുമ്പോൾ ഇവിടെ nc1 ഈ 1 വരും. nc1 എ റൈസ് ടു n-1 ഇൻറ്റു ബി റൈസ് ടു 1. ഇവിടെ 2 വരുമ്പോൾ ഇവിടെ nc2 എ റൈസ് ടു n-2 ബി സ്ക്വയർ. ഇവിടെ 3 വരുമ്പോൾ nc3 എ റൈസ് ടു n-3 ബി ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 6 വരുമ്പോൾ r+1 ടേം എന്ന് പറയുന്നത് 3 വരുമ്പോൾ ഇവിടെ 3, അപ്പോൾ nc3. ഇവിടെ 6 വരുമ്പോൾ ncr എ റൈസ് ടു ഈ n-ഉം 3-ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് n-3. അപ്പോൾ ഇവിടെ n-ഉം r-ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം n-r ഇൻറ്റു ബി റൈസ് ടു 3. ഈ 3 വരും ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ 6 വരും. അപ്പോൾ nc_r എ റൈസ് ടു n-r ഇൻറ്റു ബി റൈസ് ടു r. ഇതാണ് നമ്മുടെ r+1 ടേം കാണാനുള്ള ഫോർമുല. ഏതിൻ്റെ r+1 ടേമാണ്? എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ r+1 ടേം കാണാനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് എ മൈനസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ r+1 ടേം. അടുത്തത് എ മൈനസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ r+1 ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ എ മൈനസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ബൈനോമിയൽ എക്സ്പാൻഷൻ എ റൈസ് ടു n ആദ്യം വരും, പിന്നെ ഒരു മൈനസ് വരും. nc1 എ റൈസ് ടു n-1 ഇൻറ്റു ബി എന്ന് വരും, പിന്നെ പ്ലസ് വരും. nc2 എ റൈസ് ടു n-2 ബി സ്ക്വയർഡ് വരും, പിന്നെ മൈനസ് വരും. nc3 എ റൈസ് ടു n-3 ബി ക്യൂബ് പ്ലസ് എക്സെട്ര അവസാനത്തെ ടേം പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരും. ഇതിലെ സെക്കൻഡ് ടേം എടുക്കുമ്പോൾ -1, ഇത് മൈനസ് ആണ്. അപ്പോൾ -1 ഇൻറ്റു nc1 എ റൈസ് ടു n-1 ഇൻറ്റു ബി എന്ന് എഴുതാം. തേർഡ് ടേം ഇതാണ്, അത് പ്ലസ് ആണ്. പ്ലസ് വരണമെങ്കിൽ -1² എന്ന് കൊടുക്കണം. അപ്പോൾ -1 അത് കഴിഞ്ഞ് -1². മൈനസ് ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആവണം. അപ്പോൾ -1² കൊടുക്കണം. -1² ഇൻറ്റു nc2 എ റൈസ് ടു n-2 ഇൻറ്റു ബി സ്ക്വയർഡ്. ഫോർത്ത് ടേം വരപ്പോൾ മൈനസ് ആണ്. അപ്പോൾ മൈനസ് വരണമെങ്കിൽ -1³ കൊടുക്കണം. അതായത് 2 കഴിഞ്ഞാൽ പിന്നെ 3 ആണ് വരേണ്ടത്. അപ്പോൾ -1³ -1³ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഇൻറ്റു nc3 എ റൈസ് ടു n-3 ഇൻറ്റു ബി ക്യൂബ്. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 3+1. ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 3, 2 വരുമ്പോൾ ഇവിടെ 2. അപ്പോൾ r+1 വരുമ്പോൾ ഇവിടെ 6 വരും. -1 റൈസ് ടു r ncr. ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 3, 2 വരുമ്പോൾ ഇവിടെ 2. അപ്പോൾ ncr പിന്നെ എ റൈസ് ടു n-r നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇൻറ്റു ബി റൈസ് ടു r. ഇതാണ് എ മൈനസ് ബി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ r+1 ടേം കാണാനുള്ള ഫോർമുല. ഇതും നിങ്ങൾ കാണാതെ പഠിക്കണം. അടുത്ത പ്രോബ്ലം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദി തേർഡ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 3x + 1/x² റൈസ് ടു 15. അപ്പോൾ നമുക്ക് തേർഡ് ടേം ആയാലും ഫിഫ്ത്ത് ടേം ആയാലും ഫോർത്ത് ടേം ഒക്കെ ആയാലും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. r+1 ടേം കാണാനുള്ള ഫോർമുല ഇവിടെ എഴുതണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് r+1 ടേമിൻ്റെ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. r+1 ടേം ഇസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് വരുമ്പോഴുള്ള ഫോർമുല ncr
അതായത് എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു എൻ ആണിത്. അതിൻ്റെ ഫോമുല r+1 ടേം കാണാനുള്ള ഫോമുല NCR a⁻n−r ഇൻറ്റു b⁻r. നമുക്ക് വേണ്ടത് തേർഡ് ടേം ആണ്. അപ്പോൾ തേർഡ് എന്ന് പറയുമ്പോൾ 2+1 അതാണ് തേർഡ്. 2+1 ടേം. അപ്പോൾ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 2ഉം എന്നിൻ്റെ സ്ഥാനത്ത് 15 ആണ്. ഇതാണ് റൈസ് ടു എൻ. ഇത് എ, ഇത് ബി. എ പ്ലസ് ബി റൈസ് ടു എൻ. അപ്പോൾ n 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു C2 എന്ന് എഴുതണം. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 2 ആണ്. 15C2. എയുടെ സ്ഥാനത്ത് 3x. 3x റൈസ് ടു 15 - 2 ഇൻറ്റു ബി എന്ന് പറയുന്ന 1/x² റൈസ് ടു r. 1/x² റൈസ് ടു 2 എന്ന് എഴുതും. അപ്പോൾ ഇത്ര എഴുതിയാൽ 5 മാർക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. ആ ഫോമുല മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദി 10th ടേം in the expansion of x² - 1/x² raised to 20. Find the 10th term in the expansion of x² - 1/x² raised to 20. ഇവിടെ a മൈനസ് ബി എന്നാണ് വരുന്നത്. a മൈനസ് ബി ദി ഹോൾ റൈസ് ടു n ആണ്. അപ്പോൾ a മൈനസ് ബി ദി ഹോൾ റൈസ് ടു n-ന്റെ r+1 ടേം കാണാനുള്ള ഫോമുല ആദ്യം എഴുതണം. r+1 ടേം is equal to -1 raised to r. ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ -1 raised to r എഴുതുന്നത്. Then NCR -1 raised to r NCR a⁻n−r ഇൻറ്റു b⁻r എന്ന് ആദ്യം എഴുതണം. ഇതിന് 2 മാർക്ക് കിട്ടും. എഴുതിയാൽ നമുക്ക് വേണ്ടത് 10th ടേം ആണ്. അപ്പോൾ 10 വരണമെങ്കിൽ 9+1 എന്ന് എഴുതണം. 9+1 ആണ് 10. അപ്പോൾ 9+1 ടേം, അതായത് 10th ടേം. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് 9 ആണ്. അപ്പോൾ -1 raised to 9. n എന്ന് പറയുന്നത് 20 ആണ്. ഇതാണ് n. ഈ 20 ആണ്. അപ്പോൾ 20C9 6 9 ആണ് ഇൻറ്റു എയുടെ സ്ഥാനത്ത് x². x² റൈസ് ടു n-r, അതായത് 20 - 9 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ 1/x² ആണ്. 1/x² റൈസ് ടു r. r എന്ന് പറയുന്നത് 9 ആണ്. റൈസ് ടു 9. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഇതോടെ ഫൈൻഡിങ് എ ഗിവൺ ടേമിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ കഴിഞ്ഞു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫൈൻഡിങ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് x റൈസ് ടു n. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇതിനകത്തുള്ള പ്രോബ്ലംസ്. അതിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. Find the coefficient of x raised to 12 in the expansion of x² + 1/x² raised to 10. അപ്പോൾ x² + 1/x² raised to 10 എന്നുള്ളതിന് ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തുമ്പോൾ അതിൽ ഒരു ടേമിൽ x raised to 12 ഉണ്ടാവും. അതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ മൊത്തം എഴുതി കണ്ടുപിടിക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അതിന് താഴെ നമ്മൾ ചെയ്യുന്നത് r+1 ടേം അങ്ങോട്ട് എഴുതാം. r+1 ടേമിലാണ് കോഎഫിഷ്യൻ്റ് x റൈസ് ടു 12 വരുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കും. ഏത് ടേമിലാണ് x റൈസ് ടു 12 വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അറിയാത്തതിന് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? r+1 ടേമിലാണ് x റൈസ് ടു 12 വരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് r+1 ടേം കണ്ടുപിടിക്കണം. അതിനുള്ള ഫോമുല ഇവിടെ പ്ലസ് ആയതുകൊണ്ട് NCR a⁻n−r ഇൻറ്റു b⁻r. ഇതാണ് r+1 ടേം കാണാനുള്ള ഫോമുല. ഇനി നമുക്ക് n ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കേണ്ടത്. n ഇവിടെ 10 ആണ്. അപ്പോൾ 10CR a എന്ന് പറയുന്നത് x². x² റൈസ് ടു 10 - r. n-r എന്ന് പറഞ്ഞാൽ 10 10 ആണ്. 10 - r ഇൻറ്റു ബി എന്ന് പറയുന്ന 1/x² റൈസ് ടു r. ഇതിപ്പോൾ നമുക്കൊരു റിസൾട്ട് അറിയാം. a റൈസ് ടു m റൈസ് ടു n എന്ന് പറഞ്ഞാൽ m ഉം n തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. a റൈസ് ടു mn എന്ന് വരും. a റൈസ് ടു m
റൈസ് ടു എൻ. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് സ്ക്വയർഡ് റൈസ് ടു 10 മൈനസ് ആർ. അപ്പോൾ ചെയ്യേണ്ടത് 2ഉം 10 മൈനസ് ആറും കൂടെ മൾട്ടിപ്ലൈ ആണ്. 10cr എക്സ് റൈസ് ടു 2 ഇൻറ്റു 10 മൈനസ് ആർ ഇൻറ്റു ഇവിടെയും വൺ ബൈ എക്സ് സ്ക്വയർഡ് റൈസ് ടു ആർ ആകും 2 ആറും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 1 ബൈ എക്സ് റൈസ് ടു 2 ആർ എന്ന് വരും. ഇനി ഈ 2 കൊണ്ട് 10നെ ആറിനെ മൾട്ടിപ്ലൈ ആണ്. 10cr എക്സ് റൈസ് ടു 20 മൈനസ് 2 ആർ എന്ന് കിട്ടും. ഈ 1 ബൈ എക്സ് റൈസ് ടു 2 ആറിനെ ന്യൂമറേറ്ററി കൊണ്ടുപോകുമ്പോൾ ഈ 2 ആർ എന്നുള്ളത് മൈനസ് 2 ആർ ആവും. എക്സ് റൈസ് ടു മൈനസ് 2 ആർ. നമുക്ക് റിസൾട്ട് ഉണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. എയുടെ പവർ എം ഇൻറ്റു എയുടെ പവർ എൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എ റൈസ് ടു ഈ പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 20 മൈനസ് 2 ആർ, ഇവിടെ എക്സിൻ്റെ പവർ മൈനസ് 2 ആർ. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പവർ തമ്മിൽ ആഡ് ചെയ്യണം. 10cr എക്സ് റൈസ് ടു ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 20 മൈനസ് 4 ആർ എന്ന് കിട്ടും. 20 മൈനസ് 2 ആറും മൈനസ് 2 ആറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 മൈനസ് 4 ആർ. ഇനി ഇതാണ് എക്സ് റൈസ് ടു 12 വരുന്ന ടേം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എക്സ് റൈസ് ടു 12 വരുന്ന ടേമാണിത്. അപ്പോൾ ഇതെന്തായിരിക്കണം? 20 മൈനസ് 4 ആർ എന്ന് പറയുന്നത് 12 ആയിരിക്കണം. എക്സ് റൈസ് ടു 12 വരുന്ന ടേമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 20 മൈനസ് 4 ആർ എന്ന് പറയുന്നത് 12 ആയിരിക്കണം. അപ്പോൾ 20 മൈനസ് 4 ആർ ഇസ് ഈക്വൽ 12. 20 മൈനസ് 4 ആർ 12. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 20 മൈനസ് 12 ഇസ് ഈക്വൽ ടു 4 ആർ. 20 മൈനസ് 12 എന്ന് പറയുന്നത് 8 ആണ്. ഇസ് ഈക്വൽ ടു 4 ആർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആർ ഇസ് ഈക്വൽ ടു 8 ബൈ 4 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2 കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു 12 കിട്ടാനായിട്ട് ഇവിടെ ആറിന് പകരം 2 എടുത്താൽ മതി. കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു 12 ഇസ് ഈക്വൽ ടു 10c2. ഇത് 12 ആണ്, എക്സ് റൈസ് 12. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 10c2 എന്ന് വരും ആൻസർ. ഇതാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു 12. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇത് എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു 18 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് റൈസ് ടു 4 മൈനസ് 1 ബൈ എക്സ് ക്യൂബ് റൈസ് ടു 15. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് ചെയ്ത പോലെ r+1 ടേം എഴുതണം. അപ്പോൾ r+1 ടേമിൻ്റെ ഫോമിലേക്കകത്ത് -1 റൈസ് ടു 6 വരും. എന്തുകൊണ്ടാണ്? ഇവിടെ മൈനസ് വരുന്നത് കൊണ്ട്. ഈ ഫോമിൽ നമുക്ക് അറിയാവുന്ന ഫോമിലാണ് എഴുതി. ഇനി നമുക്ക് n-ന് പകരമുള്ള വാല്യൂ കൊടുക്കണം. n-ന് 15 -1 റൈസ് ടു 6 ഇൻറ്റു 15cr ഇൻറ്റു എക്ക് പകരം എക്സ് റൈസ് ടു 4 റൈസ് ടു n മൈനസ് ആർ 15 മൈനസ് ആർ ഇൻറ്റു അടുത്തത് ബി ആണ് 1 ബൈ എക്സ് ക്യൂബ്. റൈസ് ടു 6 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു -1 റൈസ് ടു r 15cr. ഇനി ഈ 4ഉം 15 മൈനസ് ആറും കൂടെ മൾട്ടിപ്ലൈ ആണ്. എക്സ് റൈസ് ടു 4ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 60 മൈനസ് 4ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 4r. 60 മൈനസ് 4r എന്ന് വരും. 4 കൊണ്ട് 15 മൈനസ് 6നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ആണ്. 15നെ മൾട്ടിപ്ലൈ ആണ്, 6നെ മൾട്ടിപ്ലൈ ആണ്. 15നെ മൾട്ടിപ്ലൈ ചെയ്താൽ 60 മൈനസ് 6നെ മൾട്ടിപ്ലൈ ചെയ്താൽ 4r ഇൻറ്റു 1 ബൈ ഈ എക്സ് ക്യൂബ് റൈസ് ടു ആർ. 3ഉം 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 3r. ഇനി എക്സ് റൈസ് ടു 1 ബൈ എക്സ് റൈസ് ടു 3r ന്യൂമറേറ്ററി കൊണ്ടുപോകുമ്പോൾ എക്സ് റൈസ് ടു -3r എന്ന് വരും. അങ്ങനെ എഴുതണം. ഇനി ഈ പവർ തമ്മിൽ ആഡ് ചെയ്യണം.
60 മൈനസ് 4r മൈനസ് 3r കൂടെ ആഡ് ചെയ്താൽ 60 മൈനസ് 7r. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി. ഇനി എന്താ വേണ്ടത്? നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 18 ആണ്. അപ്പോൾ ഇത് 18 ആയിരിക്കും. എക്സ് റൈസ് ടു 18 എന്നാണ് വരേണ്ടത്. അപ്പോൾ 60 മൈനസ് 7r എന്ന് പറയുന്നത് 18 ആയിരിക്കും. $60 minus 7r 18. 60 minus 18 7r. So 7r is equal to 60 minus 18 എന്ന് പറയുന്നത് 42. r is equal to 42 by 7 is equal to 6. അപ്പോൾ നമുക്ക് r കിട്ടി. ഇനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് x raised to 18 is equal to minus 1 raised to r എന്ന് പറഞ്ഞാൽ 6 ആണ്. minus 1 raised to 6 15c6. നമുക്ക് വേണ്ടത് കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ഇത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്നത് x raised to 18 ആണ്. അത് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ 15 അതുകൊണ്ടാണ് കോഎഫിഷ്യന്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ minus 1 raised to 6 എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് 15c6 ആൻസർ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് r+1 തീറ്റയും കാണാനുള്ള ഫോർമുല. r+1 തീറ്റയും കാണാനുള്ള ഫോർമുല എഴുതി. എന്നിട്ട് ഇനി എന്നിൻ്റെ വാല്യൂ കൊടുക്കണം. എന്നിൻ്റെ വാല്യൂ 11 minus 1 raised to r into 11cr. എക്ക് പകരം 2x squared. 2x squared raised to 11 minus r. ഇൻ്റെ ബിക്ക് പകരം 3 by x raised to 11. 3 by x raised to r is equal to minus 1 raised to r 11cr. ഇത് ഓരോന്നിനും പവർ കൊടുക്കണം. 2 raised to 11 minus r into x squared raised to 11 minus r. അപ്പോൾ 2ഉം 11 minus r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x raised to 2 into 11 22 minus 2 into r 2r. x raised to 22 minus 2r എന്ന് വരും. x squared raised to 11 minus r. അപ്പോൾ 2 11 minus r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഓരോന്നിനും r കൊടുക്കണം. 3 raised to r by x raised to r. സെപ്പറേറ്റ് റൈസ് ചെയ്യണം. റൈസ് ടു r കൊടുക്കണം. ഈ x raised to r നെ ന്യൂമറേറ്റർ കൊണ്ടുപോകണം. ഈ 3r ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഇതിനെ തന്നെ എഴുതി minus 1 raised to r 11cr 2 raised to 11 minus r 3 raised to r into x raised to 22 minus 2r. ഇതിനെ അങ്ങ് ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ x raised to minus r. ഇനി നമ്മൾ ഈ പവർ തമ്മിൽ ആഡ് ചെയ്യണം. x raised to ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 22 minus 3r എന്ന് വരും. 22 minus 2r minus r കൂടെ ആഡ് ചെയ്താൽ 22 minus 3r. അപ്പോൾ നമുക്ക് വേണ്ടത് x raised to 10. അപ്പോൾ ഇത് x raised to 10 ആയിരിക്കും. അപ്പോൾ ഈ 22 minus 3r എന്ന് പറയുന്നത് 10 ആയിരിക്കും. (22 minus 3r is equal to 10). ആ 10 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ 3r റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ 22 minus 10 is equal to 3r. 22 minus 10 is equal to 12. 12 is equal to 3r. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10/3 എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കോഎഫിഷ്യന്റ് കിട്ടും. കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ minus 1 raised to 4 ഇൻറ്റു ഇത് 11c4 ഇൻറ്റു 2 raised to 11 minus 4 ഇൻറ്റു 3 raised to 4. ഇതാണ് ആൻസർ. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.